വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. വരവൂർ പീലാക്കാട് പനകുറ്റിക്കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളെ 5 ദിവസത്തേക്ക് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. വരവൂർ പീലാക്കാട് പനകുറ്റിക്കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ തട്ടി ഷോക്കേറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തു നിന്നും ചത്ത നിലയിൽ കാട്ടുപന്നിയെയും കണ്ടെത്തി. കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്താണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത്. വൈദ്യുതി സ്ഥാപിച്ചത് ആരാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, തൃശൂർ. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിച്ചു. വിയ്യൂർ, ഇരിങ്ങാലക്കുട പോലീസാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികളും സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിലെത്തിച്ചത്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ഇടുക്കി ജില്ലയിലും ചൊവ്വാഴ്ച ഇടുക്കി, ബുധനാഴ്ച പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പിള്ളി കാലടി വീട്ടിൽ സുധിൽ, കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ പ്രതാപൻ എന്നിവരെയാണ് പിടികൂടിയത്. ഏകദേശം 50,000-ഓളം രൂപ വില വരുന്ന ആക്രി സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി ITIക്ക് സമീപത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ
പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് കൂടിയായ MK സുഭാഷ് സ്ഥലത്തെത്തുകയും പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് കേസെടുക്കുകയുമായിരുന്നു. സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുൻപും അവിടെ നടന്നതായി പറയപ്പെടുന്നു. ഏകദേശം 50,000-ഓളം രൂപ വില വരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത്. മോഷണ സാധനങ്ങളും പെട്ടി ഓട്ടോറിക്ഷയും ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30-നായിരുന്നു സംഭവം. മുന്നിൽ പോയിരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുമ്പിലുണ്ടായിരുന്ന കാർ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിലിടിക്കുകയും പിക്കപ്പ് കാറിലിടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ സ്റ്റെപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഗുരുശ്രേഷ്ഠ അവാർഡ് വിതരണവും നടന്നു. അധ്യാപകരിലൂടെ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസാഫ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തെരഞ്ഞെടുത്ത അധ്യാപകർക്ക് 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിശീലന കോഴ്സാണ് നടത്തുന്നത്. പഞ്ചായത്തിലെ 30 അധ്യാപകർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സമൂഹം, ആ സമൂഹം പരിഷ്കൃത സമൂഹമായി മാറ്റപ്പെടുന്നത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാം. വളരെ പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് ചിലപ്പോൾ രാഹുൽ സാങ്കൃത്യായന ഒഴുക മുതൽ ഗംഗവരെയൊക്കെ വായിക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉന്നമനമായ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചൊക്കെ, ഒരു പ്രാകൃത സമൂഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് സ്ത്രീകളും ഒക്കെ ഏതാണ്ട് അടിമതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു അപരിഷ്കൃത സമൂഹമായിട്ടാണ് പിന്നീട് അത് രൂപാന്തരം കൊണ്ടത്. ചടങ്ങിൽ അധ്യാപകരായ ലൈല, സുധ, ഷൈനി, വനജ, പ്രിയ എന്നിവരെ ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ചു. PV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇസാഫ് ഫൗണ്ടേഷൻ ജോൺ P ഇഞ്ചക്കലോടി, ബാലാവകാശ കമ്മീഷൻ അംഗം MP ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, മഞ്ജു, സതീശൻ, TK സതീശൻ, KA ബൈജു, KK രവി നമ്പൂതിരി, ഡേവിസ് കുര്യൻ, CK ഷിജു, സവിത ശശി, മെറീന, സോന, സൂര്യദേവ്, ലൈല എന്നിവർ സംസാരിച്ചു. തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുകയാണ്. ഇന്ന് മഹാദേവ ക്ഷേത്ര നാരായണീയ സമിതിയുടെ നാരായണീയ സമർപ്പണം നടന്നു. ശ്രേഷ്ഠാചാര്യ പുരസ്കാര ജേതാവായ സുമതി R നായരുടെ ശിക്ഷണത്തിൽ നാരായണീയം അഭ്യസിച്ചവരാണ് സമർപ്പണം നടത്തിയത്. ജ്ഞാനപാന പാരായണത്തോടെ ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിജയദശമി ദിവസം വരെ ദേവി മഹാത്മ്യ പാരായണം നടക്കും. കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടന പ്രതീക്ഷ ഫൗണ്ടേഷൻ 22ാം വാർഷികവും 15ാം ഘട്ടരോഗശാന്തി പദ്ധതിയുടെ ഉദ്ഘാടനവും വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ TK ഗീത മുഖ്യാതിഥിയായിരുന്നു. ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദ്വി, പ്രതീക്ഷ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴൻ, TU മുഹമ്മദ് ബഷീർ,
PA സീതി, PK മുഹമ്മദ് ഷമീർ, റാഫി ചേനെഴുത്ത് പറമ്പിൽ, ബഷീർ കൊല്ലത്ത് വീട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പറവൂർ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഹൈബി ഈഡൻ MP നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സജി നമ്പിയത്ത് അധ്യക്ഷനായി. പറവൂർ തമ്പുരാൻ പൃഥ്വിരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ KP വിശ്വനാഥൻ, അഡ്വക്കേറ്റ് MK രാമചന്ദ്രൻ, ആദർശ് സുകുമാരൻ, TB നിതിൻ, EG ശശി, അമ്പിളി ദേവി, PC ജയകുമാർ, P വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC പ്രൈവറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. RTO എൻഫോഴ്സ്മെന്റ് അനധികൃതമായി നടത്തുന്ന വാഹന പരിശോധന അവസാനിപ്പിക്കുക, ഗുണനിലവാരമുള്ള GPS വിതരണം ചെയ്യുക, സ്പീഡ് ഗവർണർ എല്ലാ സംസ്ഥാനത്തും വേഗത ഏകോപിപ്പിക്കുക, RTO ഓഫീസിലും വെഹിക്കിൾ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിലും ഇടനിലക്കാരെ ഒഴിവാക്കുക, അശാസ്ത്രീയമായ മീറ്റർ ഫെയർ സ്റ്റേജ് സംവിധാനം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിജി ജോൺസൺ പടമാടൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് VKS ശാസ്ത്ര സാംസ്കാരികോത്സവം പറവൂരിൽ തുടങ്ങി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായ് അധ്യക്ഷയായി. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ശനിയാഴ്ച ഡോക്ടർ കാവുംബായ് ബാലകൃഷ്ണൻ VKS അനുസ്മരണ പ്രഭാഷണം നടത്തി. B രമേശ് അധ്യക്ഷനായി. ജനകീയ കലയെപ്പറ്റി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി സംസാരിച്ചു. കൊട്ടിയ മുരളി, PK വാസു, TP ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സെൻട്രൽ സഹോദയ CBSE ടീച്ചേഴ്സ് കലോത്സവം ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്നു. നർത്തകൻ RLB രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 40 വിദ്യാലയങ്ങളിൽ നിന്നായി 700ഓളം അധ്യാപകർ മേളയിൽ പങ്കെടുത്തു. 25 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, ഫാദർ PJ വർഗീസ്, NM ജോർജ്, CM മുഹമ്മദ് ഹാരൂൺ, ഷാഹുൽ പണിക്കവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കാലടി സംസ്കൃത സർവകലാശാലയിലെ ഫൈൻ ആർട്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ ചോല ആർട്സ് ഗാലറിയിൽ ചിത്രശില്പ ഡിജിറ്റൽ ആർട്സ് പ്രദർശനം ബിയോണ്ട്സ് ദി സർഫസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 രാവിലെ 11 കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളി കൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ VJ ജിൻഡോ, AG സെന്തിൽകുമാർ, രജീവ് അയ്യമ്പുഴ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള തലപ്പള്ളിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 402 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തലപ്പള്ളി താലൂക്കിൽ 289, കുന്നംകുളം താലൂക്കിൽ 113 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. വടക്കാഞ്ചേരി 103, ചേലക്കര 179, കുന്നംകുളം 114, മണലൂർ 6 എന്നിങ്ങനെയാണ് നിയോജകമണ്ഡലം തിരിച്ചുള്ള കണക്ക്. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ KN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KB നബീസ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത് ലാൽ, വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ ഷീല മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ പഴയന്നൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADMT മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. വരവൂർ പീലാക്കാട് പനകുറ്റിക്കുളത്തിന് സമീപം പാടത്താണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികളെ 5 ദിവസത്തേക്ക് ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.